ക്രിസ്മസ് എക്സാമിന് ടാൻജൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ തേർഡ് പാർട്ടാണ്, ആ വീഡിയോസിൻ്റെ സീരീസിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം അതിന്റെ പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സമഭുജ ത്രികോണമുണ്ട്, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് അകത്ത് ഒരു സർക്കിൾ ഉണ്ട്, അതാണ് അന്തർവൃത്തം, ഇൻ സർക്കിൾ. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് പരിവൃത്ത ആരത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. പരിവൃത്തം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തുകൂടി പോകുന്ന ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളാണ് പരിവൃത്തം. ആ പരിവൃത്ത ആരത്തിന്റെ എത്രയാണെന്നാണ് തെളിയിക്കേണ്ടത്? പകുതിയാണ് ഈ അകത്തുള്ള സർക്കിളിന്റെ റേഡിയസ് എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഈ ഒരു വസ്തു 2r ആണെന്ന് തെളിയിക്കണം, 2r ആണെന്ന് തെളിയിക്കണം. ഇത് r ഉം ഇത് 2r ഉം ആണെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്കുള്ളത് ഇതിനെ ഞാൻ r എന്ന് എടുത്തു, നമുക്ക് ഇത് 2r എന്നാണ് തെളിയിച്ചാൽ മതി. നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആയിരിക്കും, കാരണം ഇക്വിലാറ്ററൽ ഇതും 60 ഡിഗ്രി ഇതും 60 ഡിഗ്രി ആയിരിക്കും, മൂന്ന് ആംഗിളും 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ വരച്ചതിന്റെ ആ ഒരു എഫക്റ്റിലാണ് ഇങ്ങനെ വന്നത്. ഒറിജിനൽ ആയിട്ട് കറക്റ്റ് സർക്കിളൊക്കെ വരച്ച് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഇൻ സർക്കിൾ ഔട്ട് സർക്കിളൊക്കെ വരച്ചു കഴിയുമ്പോൾ ഇവിടെ കറക്റ്റ് നടുക്കൂടിയാണ് ഇത് വരുന്നത്. ഏതാ ഈ വര വരുന്നത്? കറക്റ്റ് ഈ 60 ഡിഗ്രിയുടെ നടുക്കൂടി. 60ന്റെ പകുതി അപ്പോൾ എത്രയായിരിക്കും? 30. ഇത് 30 ആണെങ്കിൽ നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ഒരു വര 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് ടാൻജന്റ് ആയിട്ടാണ് വരുന്നത്, അപ്പോൾ ഇത് 90 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. 30, 60 അതുപോലെ തന്നെ 90, 1:√3:2, 1:√3:2. അതിൻ്റെ അകത്ത് 30ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് വന്നു, അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് എത്ര വരണം? 6√3. 2ക്ക് ഓപ്പോസിറ്റ് എത്ര വരണം? 2r. സോ r:r√3:2r, 2r. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടി? 2r. അത് 90ക്ക് ഓപ്പോസിറ്റ് 2r. നമ്മൾ തെളിയിച്ചായി ഇത് r ആണെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ഇതെന്ന് പറയുന്നത് 2r ആയിരിക്കും എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. അടുത്ത ചോദ്യം, ചിത്രത്തിൽ P എന്ന ബിന്ദു വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയാണ്. P എന്ന ബിന്ദു വൃത്തത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയാണ്. ഈ ഒരു ദൂരം 6 സെന്റിമീറ്റർ ആണ്. P യിൽ നിന്നുള്ള തൊടുവരകളാണ് PA യും PB യും എന്നിവ. വൃത്തത്തിന്റെ ആരവും തൊടുവരകളുടെ നീളവും കണ്ടെത്തുക. വൃത്തത്തിന്റെ റേഡിയസും കണ്ടുപിടിക്കണം, തൊടുവരകളുടെ നീളവും. ഇതുപോലത്തെ ഒരു ചോദ്യം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. നോക്കിക്കേ, ഇത് 120 ആണെങ്കിൽ ഇത് 60. നമുക്കറിയാം ടാൻജന്റും റേഡിയസും കൂടെ കൂട്ടിമുട്ടുന്നത് 90, ഇത് 30. സോ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് 6 സെന്റിമീറ്റർ, ഇത് 90 ഡിഗ്രി, ഇത് 60, ഇത് 30. അപ്പോൾ 30:60:90 എന്ന് പറഞ്ഞാൽ 1:√3:2. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് ഇത് 6 ആണ് വന്നത്. 90ക്ക് ഓപ്പോസിറ്റ് 6. അപ്പോൾ 2 × 3 എന്ന് പറയുന്നത് 6. ഇത് 3√3 വരും, ഇതോ 6 വരും. 30യുടെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് എനിക്കത് കിട്ടിയത്? 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ് സാധാരണ ഗതിയിൽ വരേണ്ടത്. 2 × 3 എത്രയാണ്? 6. 2 × 3 6. അതുപോലെ തന്നെ √3യുടെ ഓപ്പോസിറ്റ് എന്ത് വന്നു? 3√3. കാരണം ഇവിടെ ഞാൻ 3 കൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ഇത് എന്ത് വരണം? 3√3. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള, അപ്പോൾ ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ 2നെ 6 ആക്കണമെങ്കിൽ 3 കൊണ്ടാണ് വിളിക്കേണ്ടത്. അപ്പോൾ 1 എത്ര കൊണ്ടാണ് വിളിക്കേണ്ടത്? 3 കൊണ്ട്. സോ 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 3. നമുക്ക് റേഡിയസ് കിട്ടി 3 സെന്റിമീറ്റർ, ഈ ലെങ്ത് കിട്ടി 3√3 സെന്റിമീറ്റർ എന്നും കിട്ടി. അടുത്ത ചോദ്യം, ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിന്റെ മൂലകളിലൂടെ പരിവൃത്തത്തിൽ വരച്ച തൊടുവരകളാണ് PQRS TU എന്നിവ. ചിത്രത്തിൽ തുല്യമായ കോണളവുകൾ തിരിച്ചറിഞ്ഞ് എഴുതുക എന്നാണ്. അത് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഇതൊരു ടാൻജന്റും ഇതൊരു ടാൻജന്റും അതുപോലെ തന്നെ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിളും ഇവിടെ
ഇവിടുത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെ ഇതൊരു കോമൺ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഈ വരയും നീളം സെയിം ആയിരിക്കും. ഈ വരയുടെ നീളം. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ ആവും. അപ്പൊ ബേസ് ആംഗിൾസ് ഈക്വൽ. ഇനി നമുക്കറിയാം ടാൻജന്റും കോണും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് പേരെഴുതാം TCA. ആംഗിൾ TCA എന്ന് പറയുന്നത് ആംഗിൾ PAC ഈക്വൽ ടു CBA ക്ക് തുല്യമായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് CBA. നല്ലൊരു ചോദ്യമാണ് CBA. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അടുത്തത് ഇത് ഈ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് ഏതൊക്കെയാണ്? UCB, ആംഗിൾ UCB ഈക്വൽ ആംഗിൾ RBC ഈക്വൽ UCB ഈക്വൽ RBC ഈക്വൽ CAB, ആംഗിൾ CAB. അടുത്തതായിട്ട് ഇതും സോ ആംഗിൾ QAB ഈക്വൽസ് ആംഗിൾ SBA ഈക്വൽ ഈ ഒരു ആംഗിൾ അതേതാണ്? ACB, ആംഗിൾ ACB എന്നുള്ളതായിരിക്കും. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ത്രികോണത്തിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസുകൾ വരുന്നത്. വളരെ സിമ്പിൾ ആണ്. ഈ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ, ഇതും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇതും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളുമാണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസുകൾ. ഇനി അടുത്തത് ചിത്രത്തിൽ BC വൃത്തത്തിന്റെ വ്യാസം, BC എവിടെ? ഓക്കെ, BC വ്യാസം ഡയമീറ്റർ ആണ്. അതുപോലെ തന്നെ PC ഒരു തൊടുവരയുമാണ്. തൊടുവര 45. അതിന്റെ അകത്ത് ACP 45 ആണെന്നുണ്ട്. അപ്പൊ ഇത് എത്ര ഡിഗ്രി തന്നെയാ? 45 ഡിഗ്രി തന്നെയാ. ആംഗിൾ B എത്രയെന്നാണ് ചോദ്യം. നോക്കിക്കേ, ഇത് 90. ഇതൊരു റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്ററും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇതും 45 വരും. അപ്പം ഇത് 90 ആയതുകൊണ്ട് ഇതും ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കണം. എങ്കിലേ ഉള്ളൂ. നമുക്കറിയാം 90 45 135. ഈ ആംഗിളും 45 ഡിഗ്രി തന്നെ വരണം. സോ ആംഗിൾ B = 45. ആംഗിൾ P എത്രയെന്നാണ് അടുത്ത ചോദ്യം. ഈ വരയും ഈക്വൽ ആവണം. കാരണം ഇത് 90 ആണെങ്കിൽ ഇത് 45. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. സോ 45 90 എന്ന് പറയുന്ന രണ്ട് ത്രികോണങ്ങൾ വന്നു. അതിന്റെ അകത്ത് ഈ സൈഡിനോട് ഈക്വൽ ആയിരിക്കും, ഈ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. കാരണം ഇതും ഈക്വൽ. ചുരുക്കം പറഞ്ഞാൽ എല്ലാം 5 സെന്റിമീറ്റർ. PC, BC, PB യുടെ നീളം കാണുക. PC യുടെ നീളം, PC എവിടെ? PC അതിന്റെ നീളം എത്രയായിരിക്കും? ഇത് 5. അതുപോലെ ഇതും 5 ആയിരിക്കും. നോക്കിയാൽ ബേസും ഓൾട്ടിറ്റ്യൂഡും 5. അപ്പോൾ PC എത്ര വരും? √5² + 5². √50 ആയിരിക്കും PC യുടെ നീളം. കാരണം ഇത് 5 ആണെങ്കിൽ ഐസോസെലസ് ത്രികോണം ആയതുകൊണ്ട് ഇതും 5 ആയിരിക്കും. അപ്പോൾ ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ √5² + 5² എത്ര ആയിരിക്കും? 25 + 25 √50. PC കണ്ടുപിടിച്ച് √50. ഇനി അടുത്ത BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. BC കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇത് 5, ഇത് 5. അപ്പോൾ ഇത് എത്രയായിരിക്കും? നേരത്തെ ഇതുപോലെ തന്നെ എത്രയാണ്? ഇത് 5, ഇത് 5 ആണെങ്കിൽ ഇത് √50 ആയിരിക്കും. √50. സോ BC എന്ന് പറയുന്നത് √50 ആയിരിക്കും. ഇനി അടുത്ത PB യുടെ നീളം. നോക്കിക്കേ, ഇത് √50, ഇത് √50. അങ്ങനെയാണെങ്കിൽ √50ന്റെ സ്ക്വയർ പ്ലസ് √50ന്റെ സ്ക്വയർ അത് എത്രയാണ്? √50 പ്ലസ് √50ന്റെ സ്ക്വയർ 50 വരത്തുള്ളൂ. 50 പ്ലസ് 50 √100. √100 എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ആംഗിൾ 90 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇത് 90 ആയിരിക്കണം.
കാരണം റേഡിയസും ടാൻജന്റും കൂടെ കൂട്ടുന്നത് 90 ആയിരിക്കണം. ഇത് 45 ആണെങ്കിൽ ഇത് 45 ആയിരിക്കണം. സോ ഇത് 90 45 135 ആണെങ്കിൽ ഇത് 45. അപ്പോൾ ഇത് 90 ഇത് 45 ആണെങ്കിൽ ഇതും ആൾട്ടർനേറ്റീവ്ലി എന്തേ ഉള്ളൂ, എഫക്റ്റീവ്ലി 45 വരത്തുള്ളൂ. സോ ഇത് 5 ഇത് 5 ഇത് 5 എന്നേ വരത്തുള്ളൂ. ഇത് 5 ഇത് 5 ആണെങ്കിൽ നമുക്ക് ഇത് √50 എന്ന് കിട്ടും. ഇത് 5 ഇത് 5 ആണെങ്കിൽ ഇത് √50 എന്ന് കിട്ടും. സോ ഇത് √50 ഇതും √50. ഇതാണ് അതിന്റെ വലിയ ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ്. സോ ജസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഐസോസെലസ് ത്രികോണം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഇതിന്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഐസോസെലസ് ത്രികോണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ അകത്ത് ഹൈപ്പോട്ടന്യൂസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ കർണം h ഉം അന്തർവൃത്തത്തിന്റെ ആരം r ഉം ആണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് r × h + r ആണെന്ന് തെളിയിക്കുക. ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ കർണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് h ഉം അന്തർവൃത്തത്തിന്റെ ആരം r ഉം. അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ എന്താ? അകത്തുള്ള ആ ഒരു സർക്കിളിന്റെ റേഡിയസ് r ഉം ആണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ്, ഇതാണ് ത്രികോണത്തിന്റെ പരപ്പളവ്. ഇത് കാണാൻ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വന്നാൽ ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ r × h + r ചെയ്താൽ മതി. ആണെന്ന് നമുക്ക് തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത് h, ഇത് r എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് തൊടുവരകളുടെ നീളം സെയിം എന്നുള്ളത് ഉപയോഗിക്കാം, r = a/s എന്നുള്ളത് ഉപയോഗിക്കാം. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ഉള്ളിൽ ഒരു അന്തർവൃത്തം അകത്ത്, ഒരു ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏരിയ, അതായത് പരപ്പളവ് ഈ ത്രികോണത്തിന്റെ കണ്ടെടുത്തിട്ട് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെരിമീറ്ററിന്റെ പകുതി. 3 സൈഡും കൂടെ കൂട്ടുന്നതിനെയാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. അതിന്റെ പകുതിയാണ് എസ്. സോ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനോട് തുല്യമാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ a = rs ചെയ്താൽ മതി. a = എന്ത് ചെയ്താൽ മതി? rs. ഇവിടെ a ആണുള്ളത്, അത് കണ്ടുപിടിക്കണമെങ്കിൽ rs ചെയ്താൽ മതി. സോ ഇതാണ് ഇതിന്റെ ബേസിക് ഫോർമുലാസ് എന്ന് പറയുന്നത്. നീറ്റ് ആയിട്ട് വരയ്ക്കാൻ പോവുകയാണ്, വലിയൊരു ഫിഗർ ആയിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അതിന്റെ അകത്തൊരു സർക്കിൾ. നമുക്ക് അറിയേണ്ട കൺസെപ്റ്റ്, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം. ഇത് 6 ഇത് 6 ഇത് 6 ഇത് 6 ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് h എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ടോട്ടൽ ലെങ്തിനെ b എന്ന് എടുക്കാം. ഈ ടോട്ടൽ ലെങ്തിനെ, അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടെണ്ണം, ഇതിനെ a എന്ന് എടുക്കാം. നമുക്ക് അറിയാം ഇത് r ആണെങ്കിൽ ഇത്രയും ലെങ്ത് എത്രയായിരിക്കും? a - r ആയിരിക്കും. കാരണം a - r ഉം r കൂടെ കൂട്ടുമ്പോൾ -r + r കൂടെ കൂട്ടുമ്പോൾ വെട്ടിപ്പോയിട്ട് a കിട്ടിക്കോളും. ഇത് മൊത്തം b ആണെങ്കിൽ ഇത് എത്രയാണെന്ന് അറിയാം നമുക്ക്. b - r ആണെന്ന് അറിയാം. b - r ഉം + r കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കോളും? b - r ഉം + r കൂടെ കൂട്ടുമ്പോൾ നമുക്ക് b കിട്ടിക്കോളും. ഇനി ഇതൊരു കോമൺ പോയിന്റിൽ നിന്നുള്ള ഒരു ടാൻജന്റ്, ഇത് വേറൊരു ടാൻജന്റ്. അപ്പോൾ ഇത് എത്ര തന്നെയാണെന്ന് നമുക്കറിയാം, b - r. ഇത് a - r ആണ്. ഈ കോമൺ പോയിന്റിൽ നിന്നുള്ള ഈ a - r ആണെങ്കിൽ ഇത് എത്ര തന്നെയാണെന്ന് നമുക്കറിയാം, a - r തന്നെയാണെന്ന് നമുക്കറിയാം. സോ ഇത് a - r ആണെങ്കിൽ ഇത് a - r, ഇത് b - r ആണെങ്കിൽ ഇത് b - r, ഇത് 6 ഇത് 6 ഇത് 6 ഇത് 6. കാരണം ഇവിടെ ഇത് ഉണ്ടാകുന്നത് ഒരു സ്ക്വയറേ ഉള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു 4 സൈഡുള്ള ഫിഗർ സ്ക്വയറേ വരത്തുള്ളൂ. ഇനി നമുക്ക് h ന്റെ ഫോർമുല ഇവിടെ നിന്ന് കിട്ടി. h = b - r plus b - r plus a - r. That is a ഉണ്ട് b ഉണ്ട്, a plus b minus r കൂടെ കൂട്ടി വെച്ചാൽ 2r. So -r - 2r. So h ന്റെ ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. h = a plus b minus 2r എന്നുള്ളതാണ് h ന്റെ ഫോർമുല. h ന്റെ ഫോർമുല a plus b minus 2r എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്കറിയാം s എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കൂടെ കൂട്ടി വെക്കുക. എല്ലാ സൈഡും കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് h ആണ്, ഈ സൈഡ് a ആണ്, ഈ സൈഡ് b ആണ്. സോ നമുക്ക് a plus b
പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2. ഇതാണല്ലോ എന്ത് എസ്, ഇതാണ് എസ്. സോ നമുക്ക് h ഉണ്ട്, h a plus b minus 2r ആണ്. s ഉണ്ട്, s എന്ന് പറയുന്നത് a plus b plus h by 2 ആണ്. എന്താണ് s? പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്റർ എന്താണ്? എല്ലാ സൈഡും a b അതുപോലെ തന്നെ h മൂന്നും കൂടെ കൂട്ടി വെച്ചിട്ട് അതിന്റെ പകുതി. ഈ h ന്റെ വാല്യൂ കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h ന്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a plus b minus 2r ആണ് ഏത് h. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2 ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് s കൊണ്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ആ s ലേക്ക് തന്നെ വരാം. s എന്ന് പറഞ്ഞാൽ കിട്ടിയത് a plus b plus h divided by 2 എന്നായിരുന്നു. മാത്രമല്ല h എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് a plus b minus 2r എന്നാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ a plus b plus h ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് a plus b minus 2r എന്നായിരുന്നു. അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. a plus b minus 2r whole divided by 2. സോ a രണ്ട് പ്രാവശ്യം, b രണ്ട് പ്രാവശ്യം, മറ്റേ 2r രണ്ട് പ്രാവശ്യം ഓൾറെഡി ഉണ്ട്, പക്ഷെ -2r ആണ് ഹോൾ ഡിവൈഡഡ് ബൈ 2. s ന്റെ വാല്യൂ എന്ത് കിട്ടി? റൈറ്റ് ട്രയാങ്കിൾ. നമ്മൾ ഇവിടെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. റൈറ്റ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിൾ വന്നാൽ s പെരിമീറ്ററിന്റെ പകുതി എന്ന് പറയുന്നത് എന്നും എന്തിനോട് തുല്യമായിരിക്കും? a plus b minus r നോട് തുല്യമായിരിക്കും. a plus b minus r നോട് തുല്യമായിരിക്കും. a എന്താണ്? ബേസ്, b എന്താണ്? ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ്, r എന്താണ്? സർക്കിളിന്റെ റേഡിയസ്. സോ ഈ ഫോർമുലയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഏത് ക്വസ്റ്റ്യന്റെ അകത്ത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, റൈറ്റ് ട്രയാങ്കിളിന്റെ അകത്തുള്ള സർക്കിൾ വരികയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ബേസും ഓൾട്ടിറ്റ്യൂഡും കൂടെ കൂട്ടിയിട്ട് റേഡിയസ് 2 റേഡിയസ് കുറയ്ക്കുന്നതിനോട് തുല്യമായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ തന്നെ s എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? a plus b plus h by 2 ക്ക് തുല്യമായിരിക്കും. a എഴുതി b എഴുതി h ന് പകരം നമുക്ക് അവിടെയുള്ള a plus b minus 2r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡിവൈഡ് ബൈ 2. അതെല്ലാം കൂടെ വെട്ടിപ്പോയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a plus b minus r എന്ന് കിട്ടി. a plus b minus r. സോ s ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് r is equal to a by s എന്നറിയാം. അതുപോലെ തന്നെ a is equal to sr ആണെന്ന് അറിയാം. ഞാൻ r അതുപോലെ തന്നെ എഴുതുന്നു. s ന് പകരം എന്ത് കൊടുക്കുന്നു? a plus b minus r എന്ന് എഴുതുന്നു. സോ നമുക്ക് ഇക്വേഷൻ നമുക്ക് വേണ്ടതുപോലെ ആയിട്ടില്ല. r into h plus r എന്നാണ് വേണ്ടത്. അപ്പോൾ h ലേക്ക് നോക്കുമ്പോൾ a plus b minus 2r എന്നാണുള്ളത്. ഇവിടെ a plus b ഉണ്ട്. ഞാൻ എന്നപ്പോ ഇവിടെ ഇല്ലാണ്ടിരുന്ന ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് 2r ആവും. അവിടെ ഇല്ലായിരുന്നു, യഥാർത്ഥത്തിൽ -r ആണ് അവിടെ ഉള്ളത്. ഞാൻ -2r ഇട്ട് കൊടുത്തപ്പോൾ യഥാർത്ഥ വാല്യൂ ഇത് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ മനസ്സിലാവും. a plus b minus 2r എന്ന് എഴുതി. -2r എഴുതിയാൽ ഇത് വരുമോ? ഇല്ല. ഈ ഒരു ഇക്വേഷൻ അല്ല നമുക്ക് വരുന്നത്. അപ്പോൾ ആ -2r -r തന്നെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുകയും കൂടെ വേണം? r ആഡ് ചെയ്യുകയും കൂടെ വേണം. സോ r into a plus b minus 2r എന്ന് പറഞ്ഞാൽ എന്താണ്? h ആണ്. സോ ആൻസർ ആയി r into h plus r ആണ് ഏരിയ. ഇത് കാണാൻ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണത്തിന്റെ അകത്ത് വരയ്ക്കുന്ന സർക്കിളിന്റെ റേഡിയസും ആ ഒരു മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചു വെക്കുക. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. സോ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ അകത്ത് എന്തുണ്ടെങ്കിൽ, ഒരു മട്ടത്രികോണത്തിന്റെ അകത്ത് ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് r ഉം ആ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് h ഉം ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഈ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ r into h plus r ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കറിയാവുന്ന ഫോർമുല r equal to a by s എന്നുള്ളതാണ്. r equal to a by s, a is equal to s into r or r into s എന്ന് വരും. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് s കണ്ടുപിടിക്കണം. s എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും കൂടെ കൂട്ടുന്നതാണ്. എന്താണത്? a b plus h, a plus b plus h by 2 ആണ്. മാത്രമല്ല നമ്മൾ ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസിന്റെ നീളം ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഈ കോമൺ പോയിന്റിൽ നിന്നുള്ള ഈ വരെ നീളം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇതും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. ഇവിടെ അറിയേണ്ട കൺസെപ്റ്റ് ഇവിടെ വരുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എല്ലാം r, ഇത്രയും b ആണെങ്കിൽ ഇത് b - r, ഇതും b - r,
ഇത്രയും r ആണെങ്കിൽ ഇത് ടോട്ടൽ a ആണെങ്കിൽ ഇത്രയും a മൈനസ് r, ഇത് a മൈനസ് r ആണെങ്കിൽ ഇത് a മൈനസ് r. സോ h is equal to b മൈനസ് r പ്ലസ് a മൈനസ് r. അത് കൂട്ടുമ്പോഴാണ് a പ്ലസ് b മൈനസ് 2r എന്ന് കിട്ടിയത്. അതുകൊണ്ട് ഈ h നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. s ന്റെ വാല്യൂ കിട്ടി. എത്രയാണ് s എന്ന് പറയുന്നത് a പ്ലസ് b മൈനസ് r ആയിരുന്നു. അത് ഈ ഇക്വേഷൻ a is equal to sr കൊണ്ടേക്ക് കൊടുത്തു. s ന്റെ ഇക്വേഷൻ a പ്ലസ് b മൈനസ് r. മൈനസ് r ന് പകരം നമ്മൾ മൈനസ് 2r ആക്കി. അപ്പോൾ മൈനസ് r എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്ലസ് r കൂടെ ഇടണം. ആ പ്ലസ് r ഇട്ട് കഴിയുമ്പോൾ ഈ a പ്ലസ് b മൈനസ് 2r എന്ന് പറയുന്നത് എന്നോട് തുല്യമാണ്, h നോട് ഈക്വൽ ആണ്. സോ the thing that we will get is a is equal to r into h plus r. പ്രൂവ് ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ആംഗിൾ ബി 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ ബി 90 ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് r, ഇത് r, ഇത് r, ഇതും r ആയിരിക്കും എന്നുള്ളത് ആദ്യം ഓർത്ത് വെക്കുക. ഇതൊരു തിയറി ആയിട്ട് ഓർത്ത് പഠിച്ചു വെക്കുക. ഈ ഒരു സ്ക്വയർ ആയിരിക്കും, ഈ ഒരു 4 വശമുള്ള ഈ ക്വാഡ്രാറ്റർ ഒരു സ്ക്വയർ ആയിരിക്കും. AC 37, വേർ ഇസ് AC? ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് 37. BC 35, വേർ ഇസ് BC? BC is 35. AB എത്ര എന്നാണ് ചോദ്യം. AB എത്ര എന്നാണ് ചോദ്യം. AB എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് 37 സ്ക്വയർ മൈനസ് 35 സ്ക്വയർ. 37 സ്ക്വയർ എന്ന് പറയുന്നത് 37 ഇൻറ്റു 37 ആണ്. 7 7 49, ശിഷ്ടം 4, 7 3 21, 4 259, 3 7 21, 3 3 9, 10 11. സോ 1369 എന്നാണ് 37ന്റെ സ്ക്വയർ വരുന്നത്. 35ന്റെ സ്ക്വയർ 1225 ആണ്. 1225ഉം 1369 തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 144 എന്നാണ് കിട്ടുന്നത്. യെസ്, 144 എന്നാണ് കിട്ടുന്നത്. 144 എന്ന് പറയുന്നത് എന്തിന്റെ റൂട്ടാണ്? 12ന്റെ റൂട്ടാണ്. സോ ഇവിടെ 12 വരും. 35 37 12 ആണ്. സോ ബി എ ബി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം കണക്കാക്കുക. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അന്തർവൃത്ത ആരം r is equal to a by s ആയിരിക്കും. a എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിക്കാൻ a എന്ന് പറയുന്നത് ഏരിയ ആണ്. ഇതൊരു മട്ട ത്രികോണം ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇത് ഏത് വെച്ച് കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇതൊരു മട്ട ത്രികോണം അല്ലാതെ 3 വശങ്ങൾ വേറെ 3 വശങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലാതെ ഏതെങ്കിലും 3 സൈഡുകളായിരുന്നു തന്നിരുന്നെങ്കിൽ നമ്മൾ ഏരിയക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യണമെന്നല്ല. റൂട്ട് ഓഫ് s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c യൂസ് ചെയ്യണമെന്നല്ലേ. റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു b ഇൻറ്റു h ഡിവൈഡഡ് ബൈ ഓക്കെ നമുക്ക് r ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിവൈഡ് ബൈ s. ഞാൻ ആദ്യം ഏരിയ കണ്ടുപിടിക്കുക. ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് നമുക്കുള്ളത്? 35. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 12. 2 12 വെട്ടുമ്പോൾ 6. സോ 35 ഇൻറ്റു 6. 6 5 30, 6 3 18, 19 21, 210 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ കിട്ടുന്നത്. ഇനി എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്. നമുക്കറിയാം 3 സൈഡ് ഏതൊക്കെയാണ്? 35 37 12 ബൈ 2, 35 37 12 ബൈ 2, 35 പ്ലസ് 37 പ്ലസ് 12 ബൈ 2. നമുക്കറിയാം 30 30 60, 7 5 12. അപ്പൊ 7 5 12 ആകുമ്പോ 72, 72ഉം 2ഉം 74, 10 84. 84ന്റെ പകുതി എന്ന് പറയുന്നത് 42 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. 42 സെന്റിമീറ്റർ. സോ r is equal to a by s. a എത്ര കിട്ടിയ? 210. അതുപോലെ s എത്ര കിട്ടിയ? 42. 210ൽ എത്രയാണ്? 5. ഓക്കെ, 5 കൊണ്ട് വെട്ടത്തില്ല, 2 കൊണ്ടാണ്. 105 തവണ 2 ഉണ്ട്. 42ൽ 21 തവണ 2 ഉണ്ട്. ഇനി 5 കൊണ്ട് വെട്ടാം. 5 അല്ല, സോറി, 3 കൊണ്ട് വെട്ടാം. 10ൽ 3 പ്രാവശ്യം. ശിഷ്ടം 1. 15ൽ 5 തവണ. 21ൽ എത്ര തവണയുണ്ട്? 3. 7 തവണ. 35 ബൈ 7 എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ഈ ഒരു
റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, r = a/s. ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറൊരു അപ്രോച്ച് നമുക്ക് ചെയ്തു നോക്കാം. വേറെ അപ്രോച്ചിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു അപ്രോച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള ദൂരത്ത് നിന്നുള്ള അല്ലെങ്കിൽ സെയിം പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജന്റിന്റെ നീളം എന്തായിരിക്കും എന്നുള്ളതാണ്, തുല്യമായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, 12 37 അതുപോലെ തന്നെ ഇത് 35 ആയിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് 6 ഇത് 6 ഇത് 6 ഇത് 6 ഇത് 12 ആണെന്നറിയാം. നോക്കിക്കോളൂ, ഇത് ടോട്ടൽ 12. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇത്രയും 6 ഇത്രയും 6 ആണ്. ഇത് ടോട്ടൽ 12 ആണ്. അപ്പോൾ ഇത് ഇത്ര വരും, 12 - r. അതായത് ഇത്രയും ഭാഗം 12 - 6 ഇത്രയും ഭാഗം 6 വരും. കാരണം 12 - 6 6 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 12. അതുപോലെ ഇത്രയും ഭാഗം 6 ആണ്. ഇത് മൊത്തം 35 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം എത്ര വരും? 35 - r എന്ന് വരും. ഇനി ഇത് കോമൺ പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജന്റുകളാണ്. അപ്പോൾ ഇത് 12 - r ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 12 - r. ഇത് എത്രയായിരിക്കും? 35 - r. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഈ 12 - r 35 12 - r 35 - r കൂടെ കൂട്ടുന്ന എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 37 ആണ് തന്നിട്ടുണ്ട്. സോ 12 + 35 35 2 37 10 47 -2r = ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 37നോട് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2r അങ്ങോട്ട് പോകും. അപ്പോൾ -2r ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +2r. 47ന്റെ ഭാഗത്തേക്ക് 37 വരുമ്പോൾ എത്ര വരും? 47 - 37 എത്രയാണ്? 10. അപ്പോൾ r എത്ര വരും? 10/2. r എത്രയാണ്? 5 സെന്റിമീറ്റർ എന്ന് ഒറ്റയടിക്ക് കിട്ടും. കുറച്ചുകൂടെ എളുപ്പം ഈ ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു ചോദ്യം, ഒരു മട്ട ത്രികോണത്തിന്റെ പരപ്പളവ് 60 സെന്റിമീറ്ററും അന്തർവൃത്ത ആരം ഒരു മട്ട ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 60 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തർവൃത്തത്തിന്റെ ആരം റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഈ 3 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്രയെന്നാണ് ചോദ്യം. ഈ ഒരു കർണത്തിന്റെ നീളം എത്രയെന്നാണ് ചോദ്യം. സോ r = a/s എന്നാണ് നമുക്ക് ഉള്ള ഫോർമുല. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, ഞാൻ പറഞ്ഞിരുന്നു 90 ഡിഗ്രി ത്രികോണമുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ, 90 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഏരിയയുടെ ഫോർമുല കാണാതെ പഠിച്ചാൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏരിയ = r × x + r. ഓക്കെ, ആ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നോക്കിക്കോളൂ, ഏരിയ = r × h + r ആണ്. ഏരിയ തന്നിട്ടുണ്ട്, എത്ര സെന്റിമീറ്റർ ആണ്? 60. ഏരിയ എത്രയാണ്? 60. അതുപോലെ തന്നെ റേഡിയസ് തന്നിട്ടുണ്ട്, എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ല. വീണ്ടും റേഡിയസ് 3. ഈ × 3 അപ്പുറത്തോട്ട് വരുമ്പോൾ 60/3 ആവും. 60/3 = x + 3. 60/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 20 = x + 3. അങ്ങനെയാണെങ്കിൽ h എത്രയായിരിക്കും? 20ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 3. എത്രയാണത്? 17 സെന്റിമീറ്റർ ആയിരിക്കും h എന്ന് പറയുന്നത്. h എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 17. സോ ഇത് എന്താണ് നമ്മൾ ഉപയോഗിച്ച ഫോർമുല? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ റേഡിയസ് r ഉം ഹൈറ്റ് h ഉം ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് r × h + r ആയിരിക്കും എന്നുള്ള എളുപ്പ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടെത്തിയത്. ഇവിടെ ഒരു സർക്കിൾ, വേറൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് നിൽക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ നീളമാണ് 15 സെന്റിമീറ്റർ കേട്ടോ. സെന്ററുകൾ തമ്മിലുള്ള ദൂരമാണ് 15 സെന്റിമീറ്റർ. സെന്ററുകൾ തമ്മിലുള്ള ദൂരം 15 സെന്റിമീറ്റർ. നമുക്ക് പ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചെടുക്കേണ്ടത് PQ എന്ന് പറയുന്ന ആ ലൈനിന്റെ നീളമാണ്. ഞാൻ റേഡിയസുകൾ തമ്മിൽ കൂട്ടി മുട്ടിപ്പിച്ചു.
ഇതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചുരുക്കം പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 3 സെന്റിമീറ്റർ ഉള്ള ഒരു റേഡിയസ് ഉള്ള ഒരു സർക്കിളും 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത അകലത്തിലാണ്. അവർ രണ്ടിന്റെയും ഒരു കോമൺ ആയിട്ടുള്ള ടാൻജന്റ് ആണ് PQ. അതിന്റെ നീളം കണ്ടെത്തുക. എങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടിന്റെയും സെന്റേഴ്സ് തമ്മിലുള്ള ദൂരം 15 ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ഈ കൺസെപ്റ്റ് ചെയ്യേണ്ട രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്. ഇതൊരു ത്രികോണം, ഇതൊരു ത്രികോണം. സദൃശ്യ ത്രികോണങ്ങളായി എടുത്തുകൊണ്ട് ചെയ്യുക. സദൃശ്യ ത്രികോണത്തിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ എങ്ങനെയായിരിക്കും? ഒരേ റേഷ്യോയിലായിരിക്കും. സോ നമുക്കറിയാം ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ഈ ആംഗിൾ 90. ഇതൊരു റേഡിയസ്, ഇതൊരു ടാൻജന്റ്, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90. അപ്പോ 90 ആയി ഒരു ആംഗിൾ ഈക്വൽ ആയി. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളുകൾ എതിർ കോണുകൾ തുല്യമായിരിക്കും. രണ്ട് ത്രികോണത്തിൽ രണ്ട് ആംഗിളുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തത് നാച്ചുറലി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180 അല്ലേ വരണ്ടേ? അപ്പോൾ ഇത് 90, ഇത് 20 ആണെന്ന് വെച്ചോ. ഇവിടെ 90 20, അപ്പൊ 110 അല്ലായിരുന്നു. അപ്പോൾ ഇത് 70 ആവണം, ഇതും 70 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സദൃശ്യ ത്രികോണങ്ങളായി. ഇനി സദൃശ്യ ത്രികോണങ്ങളായി കിട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളെ ഒരേ റേഷ്യോയിൽ എഴുതാം. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 3, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 6, 3/6 ഈക്വൽ ടു, ഞാൻ ഇവിടെ PQ 6 എന്ന് എടുക്കുകയാണ്, ഈക്വൽ ടു 90 ഡിഗ്രിയുടെ ഇവിടെ ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? പേര് കൊടുത്തിട്ടില്ല, നമുക്ക് AB എന്ന് എടുക്കാം. AR ഡിവൈഡഡ് ബൈ ഇവിടെ 90 ഓപ്പോസിറ്റ് ഏതാണ്? RB. ഓക്കെ, ഇനി മൂന്നാമത്തെ വശം, മൂന്നാമത്തെ വശങ്ങൾ റേഷ്യോ എഴുതിയിലേക്ക് പറ്റില്ല. നമുക്ക് ഈ ഒരു രണ്ട് റേഷ്യോ ആണ്. മൂന്നാമത്തെ റേഷ്യോ വരുന്നത് PR/RQ എന്നുള്ളതാണ് റേഷ്യോ വരുന്നത്. PR/RQ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ AR-നെ X എന്ന് എടുക്കാം. AR-നെ എത്രയെന്ന് എടുക്കാം? X എടുത്താൽ മൊത്തം നീളം A മുതൽ B വരെയുള്ള മൊത്തം നീളം 15. ARX ആണെങ്കിൽ ഇത് 15 - X ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്ര X ആണെങ്കിൽ ഇത്ര എത്രയായിരിക്കും? 15 - X ആയിരിക്കും. സോ നമുക്ക് 3/6 AR/RB എന്ന് കിട്ടിയിട്ടുണ്ട്. 3/6 AR/RB. 3/6 equals ARX. AR എത്രയാണ്? X. RB എത്രയാണ്? 15 - X. 15 - X ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, X ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ ഈ ചോദ്യം. 3 × 15 - X equals X × 6. 3 × 15 - X is equal to 6 × X. 3 × 15 45 minus 3 into x minus 3x equal to 6x. ഈ 6x ന്റെ അങ്ങോട്ടേക്ക് 3x പോയാൽ 9x equals 45 and x is equals 45/9. That is x is equal to 45 എത്ര ആണുള്ളത്? 5. So 5 cm ആണ് ഏത്? ഈ x എന്ന് പറയുന്നത് 5 cm ആണ്. സോ ഇവിടം 5 cm ആയാൽ 5 3 ആണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് നമുക്കറിയാം ഇത് 4 ആയിരിക്കും. എങ്ങനെയാണത്? ഒരു ബേസ് 5, ഇവിടം 3 ആണെന്ന് കിട്ടി. ഇത് 5, ഇത് 90. സോ ഹൈപ്പോട്ടന്യൂസ് 5, ഓൾട്ടിറ്റ്യൂഡ് 3. റൂട്ട് ഓഫ് 5² - 3². റൂട്ട് ഓഫ് 25 - 9. റൂട്ട് ഓഫ് 16. റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് 4 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഈ ഒരു നീളം 4. ഇനി നമുക്ക് x എത്ര സെന്റിമീറ്റർ ആണ് കിട്ടിയത്? x 5 സെന്റിമീറ്റർ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ 15 - 5 എന്ന് പറയുന്നത് ഇത് എത്ര വരും? 10. 10ഉം 6ഉം ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഇത് 8 വരത്തുള്ളൂ. കാരണം ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 10 6 8. ഇനി അത് ചെയ്ത് കാണിക്കേണ്ടവർക്ക് നോക്കിക്കോളൂ. അവിടുത്തെ ഫിഗർ വരുന്നത് ഇവിടെ ഇങ്ങോട്ടൊരു 90 ഡിഗ്രി. ഇത് എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 15 - X ആയിരുന്നു. ഞാൻ അതിനെ 15 - 5 എടുത്തപ്പോൾ 10 ആയി. അതുപോലെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ റേഡിയസ് 6 എന്ന് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. 10² - 6², 100 - 36, റൂട്ട് 64. റൂട്ട് 64 എത്രയാ? 8. സോ ഇത് 8, ഇത് 4.
ടോട്ടൽ ലെങ്ത് എത്രയാ? അപ്പോ പി ക്യൂടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? പി ക്യൂ ഈസ് ഈക്വൽ ടു 8 + 4 ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിരുന്നു ചോദ്യം. രണ്ട് ത്രികോണം എടുക്കുക, ത്രികോണത്തിൽ ഈക്വൽ ആംഗിൾസുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരേ റേഷ്യോയിൽ എഴുതുക. ഇതിനെ x എന്ന് എടുക്കുക, ഇതിനെ 15 - x എന്ന് എടുക്കുക. 3/6 is equal to x minus 15 - x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് x ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 5. x ന്റെ വാല്യൂ 5 ആണെങ്കിൽ 15 - 5 എത്രയായിരിക്കും? 10. ഇതിന്റെ വാല്യൂ x ആണ്, അപ്പോൾ 5. ഇത് 5 ഇത് 3 ആണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് ഇത് 4. 15 - x 15 - 5 എന്ന് പറയുന്നത് 10. അപ്പൊ 10ഉം 6ഉം ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 8. 10ഉം 6ഉം ആണെങ്കിൽ 8. അടുത്തത് ചിത്രത്തിൽ സമപഞ്ചഭുജം. സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ റെഗുലർ പെന്റഗൺ, എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അതിന്റെ പരിവൃത്തം എന്ന് പറഞ്ഞാൽ മുകളിലൂടെ പോകുന്ന സർക്കിൾ, പുറത്തൂടെ പോകുന്ന സർക്കിളിന് തൊടുവരയും, ആ തൊടുവരയാണ് ഇത് പി ക്യൂ എന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്നത്. ആ തൊടുവരയിലൂടെ പഞ്ചഭുജത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള ഈ കോണുകൾ, അതായത് ഈ ഒരു പഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗണിന്റെ ഈ ഒരു വശവും ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു ടാൻജന്റ് ആണ്. ഇത് റെഗുലർ പെന്റഗണിന്റെ സൈഡ് ആണെങ്കിലും അത് കോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തായിട്ട് കൺസിഡർ ചെയ്യാം? കോഡായിട്ട് കൺസിഡർ ചെയ്യാം. ആ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ്, ആ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു മേജർ ആർക്കിലുള്ള ഒരു ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത്. ഈ എക്സ് ഇതിനോട് തുല്യമായിരിക്കും. ഈ എക്സ്, അതായത് ആംഗിൾ എക്സ് ഈ ഒരു മേജർ ആർക്കിന്റെ ആംഗിളിനോട് തുല്യമായിരിക്കും. കുറെ അധികം ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തു. അതേപോലെ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും. ഇനി നമുക്കറിയാം ഒരു റെഗുലർ പെന്റഗണിലെ ആംഗിളുകൾ നമുക്ക് എല്ലാവർക്കും കാണാൻ പാടമാണ് 108. റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ 108 എന്ന് നമുക്ക് കിട്ടിയാണ്. ഞാൻ 108 ഇവിടെ വെച്ചു. ഇതും എന്താണ്? റെഗുലർ ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. സോ ഇതൊരു ഐസോസെലസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ. നമുക്കറിയാം 108 ആണെങ്കിൽ 72 ആണ് വേണ്ടത്. 72ന്റെ പകുതി 36ഉം ഇതും 36. സോ ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 36 ഡിഗ്രി. ഈ ആംഗിളും 36 ഡിഗ്രി. 36. സോ ഞാൻ പറഞ്ഞിരുന്നു അക്കോർഡിംഗ് ടു ദ തിയറം ഇത് ഇതിനോട് ഈക്വൽ ആണ്. സോ ഇത് 36 ആണെങ്കിൽ ഈ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 36 ആയിരിക്കും. ആദ്യം ഞാൻ എന്ത് ചെയ്തു? റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ എടുത്ത് 108, ഇങ്ങനെ ഒരു കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ കണ്ടെത്തി. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതൊരു റെഗുലർ പെന്റഗണിൽ നിന്ന് ഉണ്ടായെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബേസ് ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും. ഇത് 36 ആണെങ്കിൽ ഇത് 36 ആയിരിക്കും. ഇത് 36 ആണെങ്കിൽ ദിസ് x should be equal to 36 because ഒരു കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആംഗിൾ തന്നെയായിരിക്കണം ആ കോഡ് ആ സർക്കിളിന്റെ മേജർ ആംഗിൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ രണ്ട് വൃത്തങ്ങൾ എയിൽ തൊടുന്നു. നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്നു. എയിൽ കൂടിയുള്ള തൊടുവരയിലെ ഒരു ബിന്ദുവാണ് പി. എയിൽ കൂടിയുള്ള തൊടുവരയിലെ ഒരു ബിന്ദുവാണ് പി. പി ബി പി സി എന്നിവ തൊടുവരകളും പി ബി പി സി എന്നിവ രണ്ട് തൊടുവരകളാണ്. നമുക്കറിയാം കോമൺ പോയിന്റിൽ നിന്നുള്ള രണ്ട് തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും. ആംഗിൾ ബി പി സിയുടെ സമഭാജി പി ഐയും ആണ്. ഈ ആംഗിളിന്റെ സമഭാജി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു വരയാണ് എ ബി. എങ്കിൽ എ ബി ഈക്വൽ ടു എ സി എന്ന് തെളിയിക്കുക. എ ബി എ സി ഈക്വൽ ആണെന്ന് തെളിയിക്കണം. വളരെ സിമ്പിൾ ചോദ്യം. ഈ രണ്ട് ത്രികോണങ്ങളും കോൺഗ്രുവന്റ് ആണ്, ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് തെളിയിച്ചാൽ ഈ വശവും ഈക്വൽ ആയിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇത് ഡയമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. സോ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ബി പി ആംഗിൾ is equal to ആംഗിൾ എ സി പി. അത് ഒന്നാമത്തെ ആംഗിൾ എ ബി പി is equal to ആംഗിൾ എ സി പി. ABP equal to ACP. അത് ഒന്നാമത്തെ ഈക്വൽ ആംഗിൾസ് 90 ഡിഗ്രി. കാരണം റേഡിയസ് ടാൻജന്റ് തമ്മിൽ കൂട്ടിമുട്ടുന്ന 90 ഡിഗ്രി. ഇനി ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് BPA is equal to APC. ആംഗിൾ BPA is equal to ആംഗിൾ APC. BPA എന്ന് പറയുന്നത് APC യോട് തുല്യമായിരിക്കും. സോ അത് രണ്ടും ഈക്വൽ ആയി. അടുത്തപ്പോ നമുക്കറിയാം രണ്ട് ത്രികോണങ്ങളിൽ ഇത് ഒരു പക്ഷേ 90, അപ്പൊ ഇത് 90, ഇത് 30 ആണെന്ന് വെച്ചോ. അപ്പൊ ഇത് 30 എന്നല്ല അർത്ഥം. 90 30 120 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഉറപ്പായിട്ട് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയി. ഏത് കോൺഗ്രുവൻസ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് രണ്ട് ആംഗിളുകൾ രണ്ട് ത്രികോണങ്ങളുടെ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഉറപ്പായിട്ടും തുല്യമായിരിക്കും. സോ
ട്രയാങ്കിൾ ഏതൊക്കെയാണ് കോൺഗ്രുവന്റ്? എ ബി പിയും എ ബി സിയും. ഏതൊക്കെയാണ്? എ ബി പി, ട്രയാങ്കിൾ എ ബി പി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ പി സി, ട്രയാങ്കിൾ എ പി സി. സോ ട്രയാങ്കിൾ എ ബി പി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ പി സി. അങ്ങനെ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ അകത്തും എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, സിംഗിൾ ട്രയാങ്കിളിന്റെ അകത്ത് എന്താണ് പ്രത്യേകത? സദൃശ്യ ത്രികോണങ്ങളിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഒരേ റേഷ്യോയിലായിരിക്കണം. ഇവിടെയോ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. സോ 30 ഓപ്പോസിറ്റ് ഉള്ള ബി എ ഈക്വൽ ടു, സോ ബി എ ഈക്വൽസ് എ സി. ബി എ ഈക്വൽ ടു എന്തായിരിക്കും? എ സി. ബി എ എന്തിനോട് ഈക്വൽ ആയിരിക്കും? എ സിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ഒരു ബിന്ദുവിൽ തൊടുന്ന രണ്ട് വൃത്തങ്ങൾക്ക് ആ ബിന്ദുവിലൂടെയുള്ള പൊതുവായ തൊടുവര വരച്ചിരിക്കുന്നു. ഓക്കെ, ചിത്രത്തിൽ ഒരു ബിന്ദുവിൽ തൊടുന്ന രണ്ട് വൃത്തങ്ങൾക്ക് ആ ബിന്ദുവിലൂടെയുള്ള പൊതുവായ തൊടുവര വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു സർക്കിൾ, അതിന് പൊതുവായിട്ടുള്ള ഒരു തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് ആണിത്. ഒന്നാമത്തെ ചോദ്യം, ഈ വൃത്തങ്ങൾക്ക് പൊതുവായ മറ്റൊരു തൊടുവരയെ ആദ്യത്തെ തൊടുവര സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു തൊടുവര വരച്ചു കൊടുത്താൽ ഈ ആദ്യത്തെ ഈ തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് ഇതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് തെളിയിക്കുക. ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ, എ ബി സി ഡി എന്ന് ഞാൻ ഇതിന് പേര് കൊടുത്താൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം അല്ലെ. എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ ഒരു കോമൺ പോയിന്റ് ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന എ സി എന്ന് പറയുന്ന, സോറി എ സി അല്ല എ ബി അല്ലെ, കോമൺ പോയിന്റ് ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന തൊടുവരയായിട്ടുള്ള എ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബി സി. അതുപോലെ തന്നെ നമ്മുടെ കോമൺ പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ബി സി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി ഡിക്ക് ഈക്വൽ ആയിരിക്കും. ബി സി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി ഡിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ വലത്തെ സൈഡിലെ രണ്ടെണ്ണം ഈക്വൽ. സോ എ ബി ഈക്വൽസ് ബി ഡി. എ ബി എന്ന് പറയുന്നത് ബി ഡിക്ക് ഈക്വൽ ആവും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതാണ് തന്നിരുന്നത്, ഇത് നമ്മൾ വരച്ചു ചേർത്ത പുതിയ ടാൻജന്റ്. ആ ടാൻജന്റിനെ ഈക്വൽ ആയിട്ട് ഈ ടാൻജന്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പേര് കൊടുത്തു എ ബി സി ഡി. ബി എന്ന് പറയുന്നത് കോമൺ പോയിന്റ് ആണ്. അതിൽ നിന്ന് വരയ്ക്കുന്ന ബി എ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി സിക്ക് ഈക്വൽ ആയിരിക്കും. അടുത്ത ബി സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി ഡിക്ക് ഈക്വൽ ആയിരിക്കും. ബി സി കോമൺ ആണ്. സോ എ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി സി സെയിം ഇവിടെ. അപ്പൊ എ ബി നാച്ചുറലി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി ഡിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് പറയാം ഈ ഒരു ഫസ്റ്റ് വരച്ച ടാൻജന്റ് സെക്കൻഡ് വരച്ച ടാൻജന്റിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, ഈ രണ്ട് തൊടുവരകളും വൃത്തങ്ങളെ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന ത്രികോണം മട്ട ത്രികോണമാണെന്ന് തെളിയിക്കുക. ദാ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു വെച്ചിരുന്ന സാധനം ഇങ്ങനെയും കൂടെ ഒന്ന് വരച്ചു ചേർത്തു. അതാണ് ഈ തന്നിരിക്കുന്ന ഫിഗർ. അങ്ങനെ കിട്ടുന്ന ഈ ഫിഗർ എന്താണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കേ, ഈ വരയോട് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അതുപോലെ ഈ വരയോട് ഈക്വൽ ആയിരിക്കും. കാരണം കോമൺ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഈ വരയും ഈക്വൽ, അതുപോലെ ഈ വരയും ഈക്വൽ. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഇതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ട്രയാങ്കിളിലെ ഈ ആംഗിളിനെ x എന്ന് എടുത്താൽ ഇതിനെ x എന്ന് എടുക്കണം. അതുപോലെ ഈ ത്രികോണത്തിൽ ഇതിനെ ഞാൻ y എന്ന് എടുത്താൽ ഇതും എന്തെന്ന് തന്നെ എടുക്കണം? y എന്ന് തന്നെ എടുക്കണം. കാരണം ഐസോസെലസ് ത്രികോണമാണ്. നമ്മൾ ഈ വലിയ ത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമുക്കറിയാം x ഉം y യും കൂട്ടുമ്പോൾ എത്രയാകും? x ഉം y യും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. x എത്രയാ? 2x. y യും എത്രയാ? 2y. ഈക്വൽ ടു എത്രയാ? 180. 2x ന് 2y ന് ഞാൻ എന്ത് കോമൺ എടുക്കും? 2 കോമൺ എടുത്താൽ x + y എത്രയാ? 180. അങ്ങനെയാണെങ്കിൽ x + y എന്ന് പറയുന്നത് 2 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 180/2. 180/2 എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എക്സും വൈയും കൂടെ കൂട്ടുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 90 ഡിഗ്രിയാണ് കണ്ടുപിടിച്ചു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ ഇത് x ആണെങ്കിൽ ഇത് x, y ആണെങ്കിൽ ഇത് y. x + y + y = 180.
അത് കഴിഞ്ഞിട്ട് x കൂട്ടുമ്പോൾ 2x, y കൂട്ടുമ്പോൾ 2y, രണ്ടിനും 2 കോമൺ എടുക്കുന്നു. 2 × x + y = 180, x + y = 180/2 = 90 ഡിഗ്രി. ഓക്കേ.